വെൽക്കം ബാക്ക്. അപ്പോൾ ഇവിടെ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നിന്ന് നീറ്റ് 2023 ചോദിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ്സ്. സ്റ്റേറ്റ്മെന്റ് 1, ഡ്യൂറിംഗ് G0 phase of the cell cycle, the cell is metabolically inactive എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി സ്റ്റേറ്റ്മെന്റ് 2 എന്താ പറഞ്ഞിരിക്കുന്നത്? The centrosome undergoes duplication during S phase of interphase. In light of the above statements, choose the most appropriate answer from the options given below. Okay, അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 G0 ഫേസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. G0 ഫേസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഒരു റെസ്റ്റിംഗ് ഫേസ് ആണ് നമുക്കറിയാം. പക്ഷെ ഈ ഒരു പെർട്ടിക്കുലർ ഫേസിൽ ഒരിക്കലും നമ്മുടെ സെല്ല് ഇനാക്റ്റീവ് അല്ല. സെല്ല് മെറ്റബോളിക്കലി ആക്റ്റീവ് തന്നെയാണ്. അതായത് ആ ഒരു പെർട്ടിക്കുലർ ഫേസ് ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് സെൽ ഡിവിഷൻസ് നടക്കണോ അല്ലെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണോ കുറച്ച് കഴിഞ്ഞിട്ടാണോ നടക്കേണ്ടത്, ഈ ഒരു ഡിസിഷൻ പ്രോസസ് ആണ് അവിടെ നടക്കുന്നത്. അതായത് അൺവാണ്ടഡ് ആയിട്ടുള്ള സെൽ ഡിവിഷൻസ് ഒക്കെ അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഗ്രോത്ത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ G0 ഫേസ്. ഓക്കെ, അപ്പൊ അത് ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ടൈം തന്നെയാണ് G0 ഫേസ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ് അല്ലെ. സ്റ്റേറ്റ്മെന്റ് 2 കൊടുത്തിരിക്കുന്നത് എന്താണ്? സെൻട്രോസോം അണ്ടർഗോസ് ഡ്യൂപ്ലിക്കേഷൻ ഡ്യൂറിംഗ് S ഫേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. സിന്തസിസ് ഫേസിൽ തന്നെയാണ് ഈ പറഞ്ഞ സെൻട്രോസോം ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നത് അല്ലെ. അപ്പം ആ ഒരു സമയത്താണ് സെൻട്രിയോൾസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അപ്പൊ അവിടെ എന്താണ് നമ്മൾ ഓപ്ഷൻ നോക്കിക്കേ. സ്റ്റേറ്റ്മെന്റ് 1 is incorrect but statement 2 is correct. അത് വരുന്നത് ഏത് ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 1 is incorrect but statement 2 is correct. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു ആൻഡ് ബൈ ബൈ.